ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ പാലട വെച്ചിട്ട് എങ്ങനെ പായസം ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് തന്നെ നമുക്ക് പാലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു 300 ഗ്രാമിൻ്റെ പായസ മിക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനുള്ള 2 ലിറ്റർ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാൽ വെച്ചിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്, മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ അത് നന്നായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ ചെയ്താൽ മതി. നമുക്ക് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ് എങ്കിൽ പോലും നമ്മൾ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഈ പാല് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പാല് പാട കെട്ടും. അങ്ങനെ പാട കെട്ടിക്കഴിഞ്ഞാൽ പായസത്തിന് അത് അത്ര നല്ലതല്ല. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിനകത്ത് ആവശ്യമുള്ള ഗീ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന കാഷ്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ കാഷ്യൂ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഗോൾഡൻ കളറിലായി. അപ്പോൾ നമുക്ക് ഇനി ഇത് കോരിയെടുക്കുക. ഇത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് കിസ്മിസാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഗീ ഉണ്ട്, അത് കാരണം കൊണ്ട് ഞാനിനി ഗീ ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ ഗീയിലേക്ക് തന്നെ കഴുകി വാരി വെച്ചിരിക്കുന്ന കിസ്മിസ് ഇട്ട് കൊടുക്കുക. അത് പാകമായി കഴിയുമ്പോൾ അതും കോരിയെടുത്ത് മാറ്റുക. അപ്പോൾ ഇവിടെ നമ്മുടെ കിസ്മിസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാഷ്യൂം കിസ്മിസും ചെയ്യണതിനൊപ്പം തന്നെ പാലും ഇളക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പാട കെട്ടും. അപ്പോൾ അങ്ങനെ പാട കെട്ടാതിരിക്കാൻ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ പാലട വെന്ത് വരുമ്പോഴേക്കും ആ ഒരു പാലിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ അട വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ പാലിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ ഒരു മാറ്റം വന്നു. നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് പാകം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം പഞ്ചസാര. ചിലപ്പോൾ മധുരം കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, ചിലർക്ക് മധുരം കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു മധുരത്തിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള മധുരം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏലക്കയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ച ഏലക്കയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനപ്പോൾ ഇതുപോലെ പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഏലക്ക പൊടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് ആ ഒരു ഏലക്കാപ്പൊടി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ പഞ്ചസാരയും ഉപ്പും കൂടി വരുമ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം നേരത്തേതിലും ഒന്നുകൂടി ഒന്ന് കളറൊക്കെ മാറി അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നല്ല ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്കത് ഇത് കൺസിസ്റ്റൻസിയും കളറും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം കിസ്മിസും ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ ഇത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുക. ചൂടാറിയതിന് ശേഷം കഴിച്ച് നോക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒന്നുകൂടി ഇതൊന്ന് ഇതിന് ആ ചൂട് പോകുമ്പോൾ ഒന്നുകൂടി അതൊന്ന് കുറുകി അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.